ഹലോ. അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു 2 സാധനം, അതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. പുറത്തുനിന്ന് കുറേ സാധനങ്ങളൊന്നും വാങ്ങാനില്ല. ഒന്ന് പച്ചരി, പിന്നെ ഒന്ന് നമ്മുടെ പൊട്ടറ്റോ. അപ്പോൾ പച്ചരി ഇങ്ങനെ കുതിർത്തിടുക, എന്നിട്ട് നമ്മൾ നല്ലോണം അരയ്ക്കുക. എന്നിട്ട് ഇത് പൊട്ടറ്റോ പുഴുങ്ങിയതാട്ടോ, പുഴുങ്ങിയതും ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് അരയ്ക്കുക. അപ്പോൾ ഞാൻ ആക്ച്വലി വെള്ളം കൂട്ടിയിട്ടല്ല അരച്ചത് പൊട്ടറ്റോ. ഈ മാവിൻ്റെ അരച്ച പച്ചരി മാവിൻ്റെ കുറച്ച് കൂട്ടി, ഇനി വെള്ളം അധികം ഉണ്ടാച്ചിട്ട് അതങ്ങനെ കൂട്ടിയിട്ട് എല്ലാം കൂടി അരച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു. അപ്പോൾ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആട്ടോ. എന്നിട്ട് അതിൽ ഉപ്പിട്ടു, പിന്നെ കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഇത്തിരി ജീരകം, പിന്നെന്താ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത്, ഇനി പകരം മുളക് പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇവിടെ ചില്ലി ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് അതിട്ടു. പിന്നെ നമ്മളെ പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില കേട്ടോ. കരിവേപ്പില വേണമെങ്കിൽ ഇടാം, ഇത് മല്ലിയില ഉള്ളതുകൊണ്ട് മല്ലിയില ഇട്ടു. നമ്മളിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാം കൂടി നല്ലോണം മിക്സ് ആവണം. അങ്ങനെ ഇത്തിരി തിക്കാട്ടോ. ഈ പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് നമ്മൾ അരച്ചത് കൊണ്ട് ഒരു തിക്ക് ഗ്രേവി, ഒരു പശ പോലുള്ളൊരു ഗ്രേവി ആയിട്ടോ അങ്ങനെയാട്ടോ കിട്ടുന്നത് ഈ മാവും കൂടി അരച്ചപ്പം. അപ്പോൾ നമ്മളിതുകൊണ്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി ഇട്ടൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു പാനിലിട്ടിട്ട് നമുക്കത് ചെറിയ ചിലർ, ഇപ്പം ഞാൻ പൊതുവേ നമുക്ക് കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇടാം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചെറിയ ഉണ്ണിയാക്കി എടുക്കാം കേട്ടോ. അല്ല നമുക്ക് സ്പൂൺ കൊണ്ട്, ഇപ്പം ഞാനിപ്പോൾ കൈ കൊണ്ട് എടുത്തിട്ടില്ല, സ്പൂൺ കൊണ്ട് ഇട്ടത്. അപ്പം സ്പൂൺ കൊണ്ട് എടുത്തോണ്ടാട്ടോ ഇങ്ങനെ പരന്നൊക്കെ വരുന്നത്. ഇത്തിരി വലിയ സ്പൂണും എടുത്തത്. അപ്പോൾ കുഞ്ഞ് സ്പൂണൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയെല്ലാം ഉണ്ടായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ എന്നിട്ട് എന്താ ചെയ്യുക, അപ്പുറം ഒന്നായിട്ട് അപ്പുറം മറിച്ചിട്ട് നല്ല രസമുള്ളൊരു സാധനം കേട്ടോ. ശരിക്കും ഭയങ്കര ടേസ്റ്റുള്ള ആ ഒരു പച്ചരി അരിയും പൊട്ടാറ്റോയും കൂടി ഒരു കോമ്പിനേഷൻ വരുമ്പോഴേ ഇത് നല്ല ക്രിസ്പിയാണ്. ഞാൻ ആക്ച്വലി ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള സാധനമാണെന്നല്ല വിചാരിച്ചത് ഉണ്ടാക്കുന്ന സമയത്ത്. ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്നും, പക്ഷേ ഇത് നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന സാധനം. അപ്പോൾ ഞാനതിന് 1 കപ്പ് പച്ചരിയും 2 പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തത്. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയതാ. 2 പൊട്ടറ്റോയും 1 കപ്പ് പച്ചരി, അത്രയാണ് ഞാനിപ്പോൾ ഇതിനെടുത്തത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ഇത് കുഞ്ഞു ഉണ്ടാക്കിയിടുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാക്കൊന്നും വേണ്ട. പിന്നെ പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്നാകുമ്പോഴത്തേക്ക് തന്നെ അത് ഇങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടും ചെയ്യും. കാരണം കുഞ്ഞല്ലേ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാനിതൊന്ന് എടുത്തു. പിന്നെ നമുക്കിപ്പം ഈ പറഞ്ഞ മാതിരി വലുത്, ഇപ്പം ഞാൻ ഇടയിൽ ആക്ച്വലി ഒന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതല്ലാണ്ട് ഞാൻ പരത്തിയിട്ട് ഉണ്ടാക്കിട്ടോ. അതായത് ഒരു പത്തിരി പോലെ അങ്ങ് പരത്തിയിട്ട് അങ്ങനെയൊന്ന് ഫ്രൈ ആക്കി എടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ സമയമൊന്നുമില്ല, ഇങ്ങനെ ഉണ്ണി ഒന്നാക്കി ഉണ്ടാക്കാനുള്ള സമയമില്ലെങ്കിൽ അങ്ങനെ ആയാലും രസമാണ് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത് കണ്ടോ ഇങ്ങനെ ഇട്ടപ്പോൾ ഇത് ഫുള്ള് ഇത് ഞാൻ ചെറുതാക്കിയിട്ട് സ്പൂൺ കൊണ്ട് കുഞ്ഞാക്കിയിട്ടതാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് മറിച്ച്. ഇതല്ലാണ്ട് ഞാൻ പരത്തിയിട്ട് ഒറ്റ ഉണ്ടാക്കിയൊരു അപ്പം പോലെ, അതും നല്ലതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണം. ഭയങ്കര എളുപ്പമാണ്. കാരണം ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ലേ ഉള്ളൂ. പൊട്ടറ്റോയും അരിയും ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഓയിലുണ്ടെന്നേ ഉള്ളൂ. എന്നാലും ഈ പച്ചരി ആയതുകൊണ്ട് അധികം എണ്ണ കുടിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം മൈദയ്ക്കാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ കുടിക്കുമല്ലോ. ഇത് അത്ര എണ്ണയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കി. ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു ലെയർ, ഞാൻ പറഞ്ഞില്ലേ ഫുള്ളായിട്ട് പത്തിരി പോലെ ലെയർ ഉണ്ടാക്കിയെന്ന്, അങ്ങനെയും ഉണ്ടാക്കി. എന്നിട്ടും പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ഒരു ഫുൾ സാധനത്തിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞാൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കിടിലൻ സാധനമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.